നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ എനിക്ക് ആ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മാത്രം മറുപടി തരണം. ആദ്യത്തെ ചോദ്യം, ഞാൻ ജീവിതത്തിൽ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, എന്തോരം കഠിനാധ്വാനം ചെയ്താലും ജീവിതത്തിൽ ഒരു സ്ഥാനത്തും എത്താൻ സാധിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, ഞാൻ മാത്രം ഒത്തിരി പരിശ്രമിക്കുന്നു, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം അലസന്മാരാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. നാലാമത്തെ ചോദ്യം, ഞാൻ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്, ഞാൻ ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും ഞാൻ ചെയ്യുന്ന ജോലികളും ഞാൻ ചെയ്യുന്ന പരിശ്രമവും ഒന്നും കാണാതെ പോകുന്നു, ആരും എന്നെ അംഗീകരിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം, ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഞാൻ അധ്വാനിച്ചു, ജോലി ചെയ്തു, പരിശ്രമിച്ചു, പക്ഷെ ഇപ്പോഴും എനിക്ക് എന്റെ കുടുംബത്തിന്റെ കൂടെ 1 മണിക്കൂർ ചിലവഴിക്കാൻ സാധിക്കുന്നില്ല, ഇത്ര അധ്വാനിച്ചിട്ടും എനിക്ക് ഒന്നും നേടാൻ കഴിയുന്നില്ല എന്ന് വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അടുത്തത് ആറാമത്തെയും അവസാനത്തെയും ചോദ്യം, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ പോരാ, 48 മണിക്കൂർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞു തരാൻ പോവുകയാണ്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നൊരു രഹസ്യം. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന രഹസ്യം വളരെ വിലപ്പെട്ടതാണ്. കാരണം ജീവിതത്തിൽ വിജയിച്ച, ജീവിതത്തിൽ ഉയരങ്ങളിലെത്തിയ ആളുകൾ എങ്ങനെയാണ് അവർ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയത്, എങ്ങനെയാണ് ഈ ഒരു നല്ല പൊസിഷനിൽ എത്തിയത്, അവർ എന്ത് മാർഗമാണ് സ്വീകരിച്ചത്, ആ മാർഗമാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ മാർഗം നിങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയമില്ല, എനിക്ക് ജോലി ചെയ്യാൻ സമയമില്ല, എനിക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എല്ലാവർക്കും ഒരേ സമയമാണ്, എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ്, ഒരു വർഷത്തിൽ 365 ദിവസമാണുള്ളത്. പക്ഷേ ഈ ഒരു 24 മണിക്കൂറും ഓരോരുത്തരും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ജീവിതത്തിൽ വിജയിച്ചവർക്കും ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്കും ഈ ഒരു 24 മണിക്കൂർ തന്നെയാണുള്ളത്. പക്ഷേ ജീവിതത്തിൽ വിജയിച്ചവർ ആ 24 മണിക്കൂർ ശരിയായ രീതിയിൽ വിനിയോഗിച്ചു, ജീവിതത്തിൽ പരാജയപ്പെട്ടവർ ആ 24 മണിക്കൂർ വെറുതെ പാഴാക്കി കളഞ്ഞു. ജീവിതത്തിൽ വിജയിച്ചവർ വളരെ ലളിതമായി എളുപ്പത്തിൽ ചെയ്ത ഈ തന്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഞാനും നിങ്ങളും ഇന്ന് തന്നെ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മളുടെ ശീലങ്ങൾ എങ്ങനെ നേരെയാക്കാം എന്നതിനാവശ്യമായി നമ്മൾ ഒരു 3 ആയിട്ട് ഈ ഒരു ഘട്ടങ്ങളെ, ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് തരംതിരിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഫ്യൂച്ചറിൽ ഏത് പൊസിഷനിൽ എത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടാവും, ഒരു എയിം ഉണ്ടാവും, എന്തെങ്കിലും ആവണം, എന്തെങ്കിലും നേടണം, എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങൾക്ക് എന്തായി മാറണം എന്നത് ആദ്യം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിരവധി ആളുകൾ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം അവർക്ക് ഒരു ലക്ഷ്യം ഇല്ല എന്നതാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, ആ ലക്ഷ്യത്തിലേക്ക് എത്താനും നമ്മൾ അധ്വാനിക്കുകയുള്ളൂ. ഒരുപക്ഷെ നമുക്ക് മുന്നിലേക്ക് ഒരു വഴിയും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. മുന്നിൽ ഒരു വഴി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിച്ച് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുകയുള്ളൂ. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ടൂർ പോവുകയാണ്. ഇപ്പോൾ ഞാൻ പോകേണ്ട ഒരു സ്ഥലം ഊട്ടിയാണ്. ഊട്ടിയിലേക്ക് പോകാനുള്ള മാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എനിക്ക് ഊട്ടിക്ക് പോകണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും എത്തുകയും അവസാനം എവിടെയാണ് എന്താണ് എന്റെ ഒരു ട്രിപ്പ് തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു ലക്ഷ്യം, നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട, ഇന്ന് തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുക്കുക. നിങ്ങൾ ഈ വർഷം, ഇപ്പോൾ ഈ വർഷം തുടങ്ങിയിട്ട് 2ാമത്തെ മാസമേ ആയിട്ടുള്ളൂ, ഫെബ്രുവരി ആയിട്ടുള്ളൂ, ഈ വർഷം നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഒരു 3 ലക്ഷ്യം നിങ്ങളുടെ ആ പേപ്പറിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എഴുതി വെക്കുക. ഈ ലക്ഷ്യം നേടുന്നതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താണ് ഈ ഒരു വർഷം കൊണ്ട് നേടേണ്ടത് എന്നത് കാര്യമായി ചിന്തിച്ച് ഇന്ന് തന്നെ നിങ്ങൾ അതിനേക്കായിട്ട് പ്രയത്നിക്കാൻ തുടങ്ങുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമെന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബെറ്റർ ജോബ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് കൂടുതൽ നിങ്ങളുടെ കരിയറിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ 3 ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. അടുത്ത 2ാമത്തെ സ്റ്റെപ്പാണ്, നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ എത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് 2ാമത്തെ സ്റ്റെപ്പ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകാം, പക്ഷേ അതിനുവേണ്ടി ഒന്നും അധ്വാനിക്കാതെ വെറുതെ എന്റെ ആഗ്രഹവും മാത്രം എഴുതി വെച്ചിട്ട് വീട്ടിലിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകാം, പക്ഷേ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാതിരുന്നാൽ ആ ആഗ്രഹം ഒരിക്കലും നടക്കുകയും ചെയ്യുകയില്ല. അപ്പോൾ നിങ്ങളുടെ ഈ 3 ലക്ഷ്യങ്ങൾ നിങ്ങൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടാകും. ഈ ലക്ഷ്യം നേടുന്നതിനായി ഞാൻ എന്ത് ചെയ്യണം, എന്താണ് പരിശ്രമിക്കേണ്ടത് എന്ന് തിരിച്ചറിയലാണ് 2ാമത്തെ സ്റ്റെപ്പ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആവണമെന്നാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യമായി എഴുതി വെച്ചു എന്ന് കണക്കാക്കുക. അപ്പോൾ അതിനേക്കായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആഴ്ചയിൽ ഏകദേശം ഒരു 4-5 ദിവസം ജിമ്മിൽ പോവുക.
ശരിയായ ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ശരിയായ ഉറക്കം, ഏകദേശം ദിവസത്തിൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക. ഇപ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, ഈ വർഷം ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ പഠിക്കാൻ പോവുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് ആവശ്യമായ SOP, അതുപോലെ തന്നെ ഫീസ് എത്രയാണ്, അതിനുള്ള പൈസ എങ്ങനെ സമ്പാദിക്കും, അഡ്മിഷൻ പ്രോസസ്, അഡ്മിഷൻ ഡേറ്റ് എന്നാണ് ആരംഭിക്കുന്നത്, അഡ്മിഷനിലേക്ക് എന്തൊക്കെയാണ് ആവശ്യം, ഇന്റർവ്യൂവിന് എങ്ങനെ തയ്യാറാവണം, അങ്ങനെ നിങ്ങൾ പോകുന്നതിന് മുന്നോടിയായി, നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് മുന്നോടിയായി, അതിലേക്ക് എത്തുന്നതിന് ആവശ്യമായ സ്റ്റെപ്പുകൾ, അതിന് മുന്നോടിയായുള്ള എല്ലാ പ്രോസസ്സും നിങ്ങൾ ക്രമീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത് അതിലേക്കായി പ്രവർത്തിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആഗ്രഹം നേടുന്നതിനായി, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനായി നിങ്ങൾ ഓരോ ദിവസവും അതിലേക്കായി എന്താണ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു, ജിമ്മിൽ പോകുന്ന കാര്യം അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ ആകട്ടെ, നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം നിങ്ങൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പോയില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി അതൊരു ഹാബിറ്റായി മാറുകയും നിങ്ങൾ കണ്ടിന്യൂസ്ലി പോവുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 21 ദിവസം കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറുകയും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരു 24 മണിക്കൂർ കൺസിഡർ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ആ ഒരു 24 മണിക്കൂറിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം രണ്ടാമത്തെ ദിവസം നിങ്ങൾ ആ നോട്ട് ചെയ്തെടുത്ത കാര്യങ്ങൾ നോക്കുക. അതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഉപയോഗപ്രദമായ കാര്യങ്ങൾ എന്നത് ടിക്ക് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ എന്തിനൊക്കെയാണ് നിങ്ങളുടെ സമയം അനാവശ്യമായി ചിലവാക്കിയത് അത് മനസ്സിലാക്കി അടുത്ത ദിവസം ആ അനാവശ്യമായി ചിലവഴിച്ച സമയം കൂടുതൽ ഉപയോഗപ്രദമാക്കി മാറ്റാനും ശ്രമിക്കുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സമയത്തെ ശരിയായി വിനിയോഗിക്കുകയും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ദിവസേനയുള്ള നിങ്ങളുടെ ആ ഒരു റൊട്ടീൻ നോട്ട്, ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ദിവസം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നെറ്റ്ഫ്ലിക്സ് കാണുന്ന ഒരാളായിരിക്കും. നെറ്റ്ഫ്ലിക്സ് കാണുന്നത് നല്ലതാണ്, ഞാൻ മോശമെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ദിവസത്തെ 3 മണിക്കൂർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതാണോ? അല്ല. അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ റൊട്ടീൻ മുഴുവൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു അനാവശ്യമായി തോന്നുകയാണെങ്കിൽ അടുത്ത ദിവസം ഒരു അരമണിക്കൂർ കുറയ്ക്കാൻ ശ്രമിക്കുക. അതിന്റെയും അടുത്ത ദിവസം വീണ്ടും ഒരു അരമണിക്കൂർ. അങ്ങനെ ഈ സമയം നമുക്ക് അതിൽ നിന്ന് എക്സ്ട്രാ ലാഭിക്കുന്ന ആ 1 മണിക്കൂർ നിങ്ങൾ വേറെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ 1 മണിക്കൂർ നിങ്ങൾ കൂടുതൽ നല്ലതായി യൂസ് ചെയ്യുകയും നിങ്ങൾ കൂടുതൽ ഒരു പ്രൊഡക്റ്റീവ് ആയ ആളായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും റൊട്ടീൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് 21 ദിവസത്തെ ചാലഞ്ചാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി 21 ദിവസത്തെ ചാലഞ്ച് അല്ലെങ്കിൽ 21 ഡേയ്സ് ചാലഞ്ച് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇതിനാവശ്യമായ ഒരു കാലണ്ടർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ചാർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഈ 21 ദിവസവും നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ വീണ്ടും കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ടോ, ശരിയായ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ശരിയായി ഉറങ്ങുന്നുണ്ടോ എന്നതൊക്കെ നോട്ട് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ബിസിനസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ആ ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്തത്, ബിസിനസ് മോഡൽ ക്യാൻവാസ് ഉണ്ടാക്കിയോ, എന്ത് ബിസിനസ് ഐഡിയ ആണ് ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓരോ ദിവസവും അതിനുവേണ്ടി ആ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ സമയവും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നത് ആ ചാർട്ടിൽ നോട്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഈ 21 ദിവസത്തെ ചാലഞ്ച്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ജീവിതശീലം തന്നെ മാറ്റേണ്ടതാണ്. ആ ജീവിതചര്യ തന്നെ നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്താൻ നിങ്ങൾ നോർമൽ ചെയ്യുന്ന ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വേസ്റ്റ് ആക്കി കളയുന്ന ആ സമയത്തെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ 21 ദിവസവും നിങ്ങളുടെ ആ ഒരു നല്ല ശീലം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ റൊട്ടീനായി മാറുകയും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനും സാധിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ച് എടുക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ചാലഞ്ചാണ്, നിങ്ങളുടെ ഏത് ലക്ഷ്യത്തിൽ എത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും താഴെ പറയുക. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സത്യം മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് സമയമില്ലാത്തതല്ല പ്രശ്നം, നമ്മളുടെ സമയം ശരിയായി ഉപയോഗിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാണ് തുടങ്ങിയത്. ആ ചോദ്യങ്ങൾക്കെല്ലാം അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് അല്ല എന്ന് മാറ്റാൻ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങൾ ആര് തന്നെ ആകട്ടെ, ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാകട്ടെ, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം ആദ്യം കണ്ടുപിടിക്കുക, അതിനായി പ്രവർത്തിക്കുക, നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായി മാറുകയും ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുമെങ്കിൽ അവർക്കും ഉറപ്പായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും സക്സസ്ഫുൾ ആയി വളരെ ഹാപ്പി ആയിരിക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ബോക്സിലും പറയുകയും ചെയ്യൂ. ഇതുപോലുള്ള മണി റിലേറ്റഡ്, ഫ്രീഡം റിലേറ്റഡ്, ഫാമിംഗ് റിലേറ്റഡ് കോഴ്സ് വീഡിയോസ് ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.